ഹായ് ഓൾ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഒരു പുതിയ ഡിഷുമായിട്ടാണ് വന്നത്. ക്രീമി ഗാർലിക് സാൽമൺ. അപ്പോൾ ഭയങ്കര സിമ്പിളുമാണ്, ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ ഇതാദ്യം നമ്മൾ കുരുമുളകും ഉപ്പും ഒലിവ് ഓയിലിൽ നല്ലോണം മിക്സാക്കി അത് പൊരിക്കാനിടണം. ബട്ടറിലാണ് പൊരിക്കേണ്ടത്. അപ്പോൾ ബട്ടറിൽ നല്ലോണം ഞെരിഞ്ഞ് വരുമ്പോൾ നമ്മളത് കോരി മാറ്റുക. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഒനിയൻ ആവശ്യമുണ്ട്. അപ്പോൾ 2 ഒനിയനും ഒരു 4-5 ഗാർലിക്കിൻ്റെ പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ലോണം മറിച്ചിട്ട് കൊടുക്കുക. നല്ലോണം 2 ഭാഗത്തും നല്ലോണം ആവണം. ഒരു കട്ടി പോലെ ആവും. അതുവരെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ സോസ് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുബൂസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ്. അതൊന്നും വേണമെന്നില്ല. അപ്പട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ അപ്പട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അപ്പട് കഴിക്കുക. പിന്നെ ഇതാ ബാക്കി ബട്ടർ അത് കോരി മാറ്റിയിട്ട് ബാക്കി ബട്ടറിലാണ് ഞാനിത് സോസ് ഉണ്ടാക്കുന്നത്. ആ ബട്ടർ തന്നെ മതിയാവും. അപ്പോൾ ഇതാ ഞാൻ ഗാർലിക് ഇട്ട് അതിൻ്റെ ബാക്കിൽ ഒനിയൻ ഇട്ട് കൊടുക്കുകയാണ്. അത് കുറച്ച് നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മളതിലേക്ക് കുക്കിംഗ് ക്രീം ഉപയോഗിക്കണം. ഫ്രഷ് ക്രീം ആയാലും മതി, ഫ്രഷ് ക്രീം ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഫ്രഷ് ക്രീം നല്ല തിക്കിലല്ലേ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ കുറച്ച് തിക്ക് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് പാൽ ഒഴിക്കണം. എനിക്ക് 2-3 ദിവസമായിട്ട് നല്ല ചുമയേനു. അപ്പോൾ സൗണ്ടൊന്നും ഇല്ലേനു. അതാണ് ഞാൻ കുറച്ച് ദിവസം വീഡിയോസൊന്നും ചെയ്യാതെ ഇരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് എനിക്കറിയാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസ് ഇല്ലാതെ. ഇതായിരുന്നു കാരണം. എനിക്ക് സംസാരിക്കാൻ വരെ സൗണ്ടില്ലേനു. ഇത് കണ്ടില്ലേ, കുക്കിംഗ് ക്രീം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കണം. അങ്ങനെ ഈ കുക്കിംഗ് ക്രീം കുറച്ച് നല്ല തിക്കായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. പാലാവുമ്പം കുറച്ചൊരു ഇങ്ങനെ ഫ്രീ ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ അതിലേക്ക് സാൽമൺ ഇട്ട് കൊടുക്കണം. ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ. നമ്മൾ ഉപ്പ് നോക്കണേ, അധികം ആവാനും പാടില്ല. അപ്പോൾ ഇതാ നല്ലോണം ഉപ്പൊക്കെ ഇട്ട് മിക്സാക്കി ആ സാൽമൺ അതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ആ സോസ് മൊത്തമായിട്ട് സാൽമണിലേക്ക് എത്തിക്കണം. അപ്പോൾ ലാസ്റ്റായിട്ട് അതിൽ പാസ്ലി ലീവ്സ് ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ കുറച്ച് അതിലിട്ട് കൊടുക്കുക. ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ, എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.